തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. മസ്തകത്തിൽ മരുന്ന് വെച്ചു, ആന്റിബയോട്ടിക്കുകളും നൽകി. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഹരീഷ്? ആനയ്ക്ക് മയക്കം വിട്ടോ, കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, നിലവിൽ ഈ മുറിയിലെല്ലാം മരുന്ന് വെച്ച് കെട്ടി ആൻറ്റിബയോട്ടിക്കുകളെല്ലാം ആനയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന ഇപ്പോൾ ആരോഗ്യവാനായി എന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഡാർട്ടിങ് ചെയ്തതിൻ്റെ ഒരു മയക്കം ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ആന ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഈ ഒരു മയക്കം മാറിയാൽ ആന സ്വാഭാവികമായും കാട് കയറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ആനയുടെ മുറി ഇത് ആനകൾ തമ്മിൽ കുത്തുകൂടിയപ്പോൾ അല്ലെങ്കിൽ ആനകൾ തമ്മിലുള്ള ആക്രമണത്തിൽ തന്നെയാണ് ഈ ഒരു മസ്തകത്തിൽ ഒരു മുറിവുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വെടിയേറ്റതാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവിച്ചതാണോ, മനുഷ്യനിർമ്മിതമായ മുറിയാണോ എന്നതടക്കമുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു, അതെല്ലാം മാറ്റി നിർത്തിയിരിക്കുന്നു. ഇത് ആനകൾ തമ്മിൽ കുത്തുകൂടിയപ്പോൾ അല്ലെങ്കിൽ മൃഗങ്ങൾ തമ്മിലുണ്ടായ ഈ ഒരു സ്വാഭാവികമായുണ്ടായ ഫൈറ്റ്, അതിൽ തന്നെയാണ് ഈ ഒരു മസ്തകത്തിൽ മുറിവ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായി തന്നെ ചികിത്സ നൽകിയിട്ടുണ്ട്. മസ്തകത്തിലുള്ള മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്കുകൾ നൽകിയിട്ടുണ്ട്. മയക്കം തുടരുകയാണ് ഈ ആനയുടെ. മയക്കം മാറിയാൽ ഉടൻ തന്നെ ആന വളരെ ആരോഗ്യവാനായി തന്നെ കാട്ടിലേക്ക് കയറുമെന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ആനയുടെ പ്രദേശത്ത്, ആനയുടെ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ആനയുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ആന ഇനി എങ്ങോട്ടേക്ക് ചലിക്കുമോ സഞ്ചരിക്കുമെന്നൊക്കെ നോക്കേണ്ടതുണ്ട്. നിലവിൽ ആന നിരീക്ഷണത്തിലാണ്. പക്ഷേ ഈ മയക്കമുള്ളത് കൊണ്ട് തന്നെ ആനയ്ക്ക് പെട്ടെന്ന് തന്നെ കാട് കയറാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ അല്പസമയത്തിനകം ഇതിൻ്റെ ഡോസ് കുറയുന്നതിനനുസരിച്ച് ആന കാട്ടിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ് ശ്രീജ മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആന ഇപ്പോൾ വളരെ ശാന്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി തന്നെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടാൻ സാധിച്ചു, ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ സാധിച്ചു. ആന പൂർണ്ണ ആരോഗ്യവാനാണ് നിലവിൽ എന്നുള്ളതാണ് ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ ആശ്വാസകരമാണ് ശ്രീജ ഈ ഒരു വാർത്ത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്ക് വരുന്നു. പ്രത്യേകിച്ച് വനംവകുപ്പിനെ സംബന്ധിച്ച് ഈ ആന ഇനി തിരിച്ച് ഇങ്ങോട്ട് വരുമോ, അതോ പേടിച്ച് പരിഭ്രാന്തിയോടുകൂടി അത് കാട് കയറിപ്പോയി മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുമോ, ഈ പ്ലാന്റേഷനിലേക്ക് ഇനി തിരിച്ചു വരുമോ എന്നതടക്കമുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. പക്ഷെ അതെല്ലാം മാറിയിരിക്കുന്നു. ആന കൃത്യമായി തന്നെ ഇന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി, പോയിന്റ് ബ്ലാങ്കിൽ തന്നെ ഡാർട്ട് ചെയ്യാൻ പറ്റി, കൃത്യമായി തന്നെ ആനയ്ക്ക് ചികിത്സ നൽകാൻ പറ്റി. അത് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആന കാട് കയറുമെന്നുള്ളതാണ് ശ്രീജ. ഹരീഷ്, നേരത്തെ ഈ ദൃശ്യങ്ങളിലൂടെ ആയിരുന്നു ഈ ആനയുടെ മുറിവിനെ പറ്റി നിഗമനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ചികിത്സയ്ക്ക് ശേഷം ഈ മുറിവിനെ കുറിച്ച് ഇപ്പോൾ ഒരു സൂചന ഹരീഷ് നൽകിയത്, ഇത് ആനകൾ തമ്മിലുള്ള അടിപിടിക്കിടെ സംഭവിച്ചതാണ്, അങ്ങനെ കൊമ്പ് കൊണ്ട് കുത്തേറ്റതായിരിക്കാം എന്നുള്ളൊരു നിഗമനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ ഈ മുറിവിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായി അരുൺ സക്കറിയ പറഞ്ഞോ? നമുക്ക് മനസ്സിലാവുന്നത് ആഴത്തിലുള്ള മുറിവായിരുന്നു. അതായത് ആദ്യം മുതലേ അരുൺ സക്കറിയ പറഞ്ഞിട്ടുണ്ട്, ഇവർ പരിചയസമ്പന്നരായ ആളുകളായതുകൊണ്ട് തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ അവർക്ക് മുറിയുടെ ഈ ആഴവും അത് എത്രത്തോളം ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നടക്കമുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യ ദിവസം തന്നെ നമുക്ക് തന്ന പ്രതികരണത്തിൽ പറഞ്ഞത്, നിലവിൽ ആനയുടെ മുറിവ് അത് ആഴത്തിലുള്ളതാണ്, അതിൽ നിന്നും ഇപ്പോഴും പഴുപ്പ് ഒലിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തെ കാര്യമായ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിലവിൽ ആനയുടെ നില വളരെ പരിതാപകര ആയിരുന്നു, അല്ലെങ്കിൽ അവശ്യ നിലയിലായിരുന്നു എന്നാണ് ആദ്യ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഉണ്ടായത്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ആ ഒരു മുറിവിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അത് ആനയുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കും നടക്കാനുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലായതാണ്. അതനുസരിച്ച് തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് ആനയെ ലൊക്കേറ്റ് ചെയ്ത് ചികിത്സ നൽകണമെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആനയ്ക്ക് മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ആന ചെറിയാനുള്ള ഒരു സാധ്യത വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം കൃത്യമായി മസ്തകത്തിൽ തന്നെയാണ് മുറിവ്. മാത്രമല്ല മറ്റ് വേറൊരു ആനയുടെ കുത്തേറ്റിട്ടാണ് ഈ ഒരു മുറിവ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് തന്നെ ഈ പഴുപ്പ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ളൊരു സാധ്യത, അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായും ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആന മരണപ്പെടാൻ വരെയുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വനംവകുപ്പ് പറഞ്ഞത്. അതുകൊണ്ടാണ് കൃത്യമായി എത്രയും പെട്ടെന്ന് ആനയെ ലൊക്കേറ്റ് ചെയ്യുക, ഡാർട്ട് ചെയ്യുക, ആനയ്ക്ക് ചികിത്സ നൽകുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വനംവകുപ്പ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കണ്ട ഉടനെ തന്നെ ഇനി താമസിച്ച് നിൽക്കാൻ സമയമില്ല. കാരണം വീണ്ടും ആന കാട് കയറിയാൽ പിന്നെ തിരിച്ചിറങ്ങുന്നത് എപ്പോഴാണെന്ന് പോലും നമുക്ക് അറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആനയെ കണ്ട് പോയിന്റ് ബ്ലാങ്കിൽ കിട്ടിയ ഉടൻ തന്നെ ഡാർട്ട് ചെയ്തു. 2 തവണ ഡാർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വയറിലാണ് ആനയ്ക്ക് വെടിയേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ആ ചികിത്സ മുഴുവൻ അത് പൂർത്തിയായിരിക്കുന്നു. കൃത്യമായി മുറിവിൽ ഈ മരുന്നുകൾ വെച്ച് കെട്ടി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്ത് ഇപ്പോൾ ആന മയക്കത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായി ആന ഇനി ഈ മയക്കം മാറുമ്പോൾ കാട് കയറി പൊയ്ക്കോളും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. നിലവിൽ ഈ ആനയുടെ സമീപത്ത് തന്നെ ആനയെ നിരീക്ഷിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിട്ടുണ്ട് ശ്രീജ.